2005 എയർബേസ് പുനഃസ്ഥാപിക്കുന്നതിനായി ഇന്ത്യൻ സർക്കാർ നടപടികൾ ആരംഭിച്ചു. അതോടൊപ്പം 2006 ഇന്ത്യൻ സർക്കാർ ഫാർക്കോ എയർബേസിൽ MiG-29 ഒരു സ്ക്വാഡ്രോണിനെ വിന്യസിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു. ഇതിനു പുറമെ ഐനി എയർബേസ് പൂർണ്ണമായി നവീകരിക്കാനും ആധുനികവൽക്കരിക്കാനും ഇന്ത്യ $70 ദശലക്ഷം ചെലവഴിച്ചു. എന്നിരുന്നാലും ഐനി എയർബേസിന്റെ ഈ നവീകരണത്തെക്കുറിച്ച് ഇന്ത്യൻ സർക്കാർ നിശബ്ദത പാലിക്കുന്നുണ്ടെങ്കിലും റഷ്യൻ വ്യോമസേനയ്ക്കൊപ്പം ഇന്ത്യൻ വ്യോമസേനയും ഈ എയർബേസിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പ്രതിരോധ വിദഗ്ധർ വ്യക്തമാക്കുന്നു. ഫാർക്കോ എയർബേസ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപരമായി വളരെ പ്രധാനപ്പെട്ടതാണ്. പാകിസ്ഥാനിൽ നിന്നും 900 കിലോമീറ്റർ അകലെയായാണ് ഈ എയർബേസ് സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ ഈ എയർബേസ് പാകിസ്ഥാൻ തലസ്ഥാനത്തെ ഇന്ത്യൻ വ്യോമസേനയുടെ ആക്രമണ പരിധിയിലെത്തിക്കുന്നു. ഒരു സംഘർഷമുണ്ടാകുന്ന സമയത്ത് ഫാർക്കോ വ്യോമത്താവളത്തിൽ നിന്നുള്ള ഇന്ത്യൻ പോരാളികൾ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുകയും തലസ്ഥാനമായ ഇസ്ലാമാബാദ് പോലെയുള്ള പ്രധാന സ്ഥലങ്ങളിൽ ആക്രമണം നടത്തുകയും യാതൊരു പ്രതിരോധവുമില്ലാതെ തിരിച്ചെത്തുകയും ചെയ്യും. തജിക്കിസ്ഥാനിലെ ഇന്ത്യൻ താവളങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ചൈനീസ് വ്യോമസേനയെക്കാളും ഒരു മികച്ച മേധാവിത്വം നൽകുന്നു.